ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നെക്ക് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് വരണേ. അതുപോലെ തന്നെ നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അരികുവശം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഇതിൻ്റെ അരികുവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്ക് പോർഷനും ചെയ്തെടുക്കണ്ടേ. ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നെക്കിൽ വെച്ച് തയ്ക്കുക നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം. ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടില്ലേ ഈ ഒരു നെക്കിൻ്റെ പീസ്, ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് വയ്ക്കുക. കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഈ ഒരു പീസ് ക്ലോത്ത് നമ്മൾ നെക്കിന് ചുറ്റും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു നെക്കിന് ചുറ്റും നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ക്ലോത്ത് ബാക്കോട്ട് അങ്ങ് മറച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഇതുപോലെ മറച്ചു കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരികേക്കടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടിഭാഗത്തേക്കുള്ള പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറുകൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് വലിച്ചിട്ട് പ്ലീറ്റ്സ് ഉണ്ടാക്കില്ലേ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വലിയ കണിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ച് ചുരുക്കുണ്ടാക്കിയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ലോങ് സ്റ്റിച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൂല് കുറച്ച് വലിക്കാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോങ് സ്റ്റിച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് നമ്മൾ ഇതുപോലെ കുറച്ച് നീട്ടത്തിൽ ലാസ്റ്റ് ഇതുപോലെ വേണം കേട്ടോ. നമുക്ക് 2 സൈഡിൽ നിന്നും പിടിച്ച് വലിക്കാനാണ്. ഇനി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ അത് ഇത്രയും നൂല് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ഇവിടെ 2 നൂലുണ്ട്. ഒന്ന് മുകളിലത്തെ നൂലും ഒന്ന് താഴത്തെ നൂലും. ഏതെങ്കിലും ഒരു നൂലെടുത്ത് വലിക്കുക കേട്ടോ. രണ്ടും ഒരുമിച്ച് എടുത്ത് വലിക്കണ്ട. ഏതെങ്കിലും ഒരു നൂലെടുത്തിട്ട് പയ്യെ ഒന്ന് വലിച്ചു കൊടുക്കുക അറ്റം വരെ. നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അറ്റം വരെ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലേക്കുള്ള പ്ലീറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കുള്ള പ്ലീറ്റ്സും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും പ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മളിതേ പ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലീറ്റ്സിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ്റെ സെൻറ്ററും നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട്
ആ ഒരു ലെങ്ത്ത് കറക്റ്റ് അല്ലേ നോക്കുക കേട്ടോ. ലെങ്ത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ വള്ളി പിടിച്ച് വലിച്ചിട്ട് ചുരുക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടിൻ്റെയും സെൻറ്ററും വേണ്ട ഒരുമിച്ച് വയ്ക്കാനായിട്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം. അങ്ങനെ പ്ലീറ്റ്സ് നമ്മൾ യോക്ക് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വലിക്കാനായിട്ട് യൂസ് ചെയ്ത നൂലില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഊരി എടുത്തേരെ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ യോക്ക് പോർഷനായിട്ട് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുത്ത പോലെ തന്നെ ഞാൻ ബാക്ക് പോർഷനും അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് രണ്ട് സൈഡിലും ഞാൻ 1/2 ഇഞ്ചിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ അരികുവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റും കറക്റ്റ് ഒരുപോലെ ചേർത്ത് വയ്ക്കുക കേട്ടോ. രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശവും യോക്ക് പോർഷന് നല്ല വശവും രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാധാരണ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യണേ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ എല്ലാത്തിലും ഞാൻ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് കാണിക്കാത്ത. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിച്ചതിന് ശേഷം കാണിക്കാം. രണ്ട് സൈഡിലും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഷേപ്പ് ചെയ്യുക, ലാസ്റ്റായിട്ട് അരികുവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം.